ഉണ്ടായ കാരണം എന്ന് വെച്ചാല് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ഗ്രൂപ്പിലുള്ള റെജീന എന്ന് പറയും. അപ്പൊ അവള് എന്നോട് പറഞ്ഞു നിനക്ക് നഷ്ടാവില്ല ഈ പൊയ്ക്കോ, എന്തായാലും കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സ്നാക്സ് മന്തി അങ്ങനെ കുറച്ചൊക്കെ വെച്ചു കൊടുക്കും. പിന്നെ അതുപോലെ എന്താ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഞാൻ പോരും ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് പോരട്ടെ എന്ന് പറഞ്ഞപ്പോ പോട്ടെ പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു മോളെ ഈ പോയാൽ എന്തെങ്കിലും ആവണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ എല്ലാത്തിലും പോയി കഴിയും, ഡിസൈനിങ്, തയ്യല്, അങ്ങനെ എല്ലാത്തിലും. പക്ഷെ ഒന്നും പ്ലസ് ടു ഇപ്പൊ ചെയ്യുന്നു, ഇപ്പൊ കമ്പ്യൂട്ടറിന് പോണുണ്ട്, ഒന്നും നിർത്തിയിട്ടില്ല പഠനം. അപ്പൊ പക്ഷെ അതിലൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഫുഡിന്റെ കാര്യം തന്നെയാണ്. അച്ചാറ് കാര്യങ്ങളൊക്കെ ചെറുത് അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഇപ്പൊ നെയ്യപ്പം കത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇടുമ്പോ അവര് എങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾ വാങ്ങിക്കോ എന്റെ അടുത്ത് ഞാൻ പറയും. അപ്പൊ എനിക്ക് അങ്ങനെ എന്റെ അറിവാർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡിന് ഞാൻ ഹസ്ബൻഡിനോട് പറയാം നമുക്ക് ഫുഡിന്റെ അത് ചെയ്താല് എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഇപ്പൊ മുസ്ലിം പറഞ്ഞ പോലെ അതെന്തായാലും വിജയിക്കും. നല്ലൊരു ഫുഡ് എവിടെ നമ്മൾ കൊടുക്കണമെങ്കിൽ അവർക്ക് ആളുകൾ വരും, തീർച്ചയായും വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ നല്ല അതിയായ ആഗ്രഹമുണ്ട്. ഇവിടെ എത്തിപ്പെട്ടത് നല്ലൊരു കാര്യം. ക്ലാസ് സൂപ്പർ, സാറ് സൂപ്പർ, എല്ലാം സൂപ്പർ. നല്ല തക്കാളിന്റെ ആണ് ഒരു കോച്ചിന്റെയും മെന്ററിന്റെ ഒക്കെ ഒരു ഇതില്ലാത്തത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രശ്നം. അപ്പൊ ഇൻഷാ അല്ലാഹ് എത്തിക്കൊള്ളുന്നു വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉണ്ട്, എത്തട്ടെ. അല്ലാണ്ടെങ്കിൽ താങ്ക് യു.